എനിക്കെതിരായ അനേകർ എന്തൊക്കെ പഴികൾ പറഞ്ഞു, അവരെല്ലാം എന്നെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. അവരങ്ങനെ പറഞ്ഞത് എനിക്ക് അനുഗ്രഹമായി തീർന്നു. എന്തെല്ലാം പറഞ്ഞു അതെല്ലാം അനുഗ്രഹമായി തീർന്നു. എല്ലാവരും ചേർന്ന് നിന്ന പറഞ്ഞാലും അനുഗ്രഹം, അപമാനം പറഞ്ഞാലും അനുഗ്രഹം, എന്തെല്ലാം പറഞ്ഞാലും എല്ലാം എന്നെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ ഉരുകി ഹല്ലേലൂയ, ഞാൻ ആ പൊന്ന് വെളിപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അധികം താമസിയാതെ വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഒരു ദിവസം പോലും കാണുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ കാണപ്പെടുകയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് എൻ്റെ ഒരുക്കത്തിന് ഇനിയും കുറവുണ്ട്. അതാണ്, ഇനിയും എന്നിൽ ചിലതൊക്കെ ഉണ്ടായിത്തീരുവാനുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക്. 1 വർഷം സമയമെടുത്തു. ആ സമയത്ത് ഞാൻ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഹാർട്ട് അറ്റാക്ക് ആയി. അപ്പോൾ അബോധാവസ്ഥയിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ വന്നെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിൽ തന്നെ ഞാൻ മരിച്ചു പോയാൽ അവർക്ക്, ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസറിന് അത് വളരെ പ്രയാസമാകും, അവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് വളരെ മോശമാകും, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ ഒക്കെയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാം, എന്നെ സമ്മതിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ആംബുലൻസ് കൊണ്ടുവന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരെൻ്റെ ഹാർട്ട് ചെക്ക് ചെയ്തു. ഹാർട്ട് ചെക്ക് ചെയ്ത ECG നോക്കുമ്പം അതിൻ്റെ വേരിയേഷൻസ് വളരെ കൂടുതൽ. ഉടനെ പെട്ടെന്ന് അവർ ICU കെയർ ഓഫ് ചെയ്ത് ഒരു ഓഫീസറെയും ഒരു ഡോക്ടറെയും നേഴ്സിനെയും എല്ലാം ക്രമീകരിച്ചു. അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ആക്കി തീർത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ട. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ ഐ വിൽ ഗിവ് യു ഇൻ റൈറ്റിംഗ്, ഞാൻ എഴുതി തരാം. ഞാനപ്പോൾ അവർക്ക് കടലാസിൽ എഴുതി കൊടുത്തു, എൻ്റെ ഓൺ റിസ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇഞ്ചക്ഷനോ മറ്റൊന്നും സ്വീകരിക്കുവാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് ഞാൻ എഴുതി കൊടുത്തു. മറ്റുള്ള 1-2 വിറ്റ്നസ് ആളുകളും ആയിട്ട് എഴുതി അവർ കൊടുത്തു. കാരണം പിന്നെ അവർക്ക് ഓഫീസേഴ്സിന് എതിരായിട്ട് വന്നാൽ ഏതെങ്കിലും പ്രയാസം കൊണ്ട്, ഏതെങ്കിലും വൈരാഗ്യം കൊണ്ട് അയാളെ കൊല്ലുന്ന എന്ന് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എഴുതി കൊടുത്തു. അതിനുശേഷം 2ാമത്തെ ദിവസം, അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തില്ല, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. 2ാമത്തെ ദിവസം എനിക്ക് മനസ്സിലായി കർത്താവിനെ സൗഖ്യമാക്കുവാൻ തുടങ്ങും. ഞാനപ്പോൾ ഡോക്ടറിൻ്റെ അടുക്കൽ എപ്പോഴും ഡോക്ടറുണ്ട്, അവരിങ്ങനെ വേരിയേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടി ഡോക്ടറുമുണ്ട്, നേഴ്സുമുണ്ട്. 3ാമത്തെ ദിവസം എനിക്ക് മനസ്സിലായി കർത്താവിനെ സൗഖ്യമാക്കിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും ECG മെഷീൻ കൊണ്ടുവന്ന് എൻ്റെ റീഡിങ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഭംഗിയായിരിക്കും. ഉടനെ അവർ വിചാരിച്ചു ആ മെഷീൻ ഏതോ കേടുണ്ടായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ വേറൊരു മെഷീനുണ്ട്, അതുകൂടെ കൊണ്ടുവന്നു ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ 2 ടെസ്റ്റ് നോക്കിയപ്പോഴും എൻ്റെ ഹാർട്ട് റീഡിങ് എല്ലാം ഫൈനായിരിക്കുന്നു. പിന്നെ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, 3 സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് തടിയാനുള്ള, അതിൽ കയറി അവർ കൊണ്ടുവന്ന്, അങ്ങനെ സ്റ്റെപ്പ് ഉള്ളത് കൊണ്ടുവന്ന് അതേ കയറി ശാന്തമായി കയറി ഇറങ്ങാൻ പറഞ്ഞു. എന്നാൽ ഞാൻ കയറി ഇറങ്ങി. പിന്നെ അവരെന്നെ കിടത്തി ചെക്ക് ചെയ്തു, എല്ലാം ശരിക്കുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം പിന്നെ അവർ കുറച്ച് സ്പീഡായിട്ട് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സ്പീഡായിട്ട് കയറി 3 പ്രാവശ്യം. അപ്പോൾ എല്ലാ വിധത്തിലും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാനൊന്ന് കുറച്ച് ജമ്പൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഹാർട്ട് മുഴുവനും കംപ്ലീറ്റ് നോർമലായി. അന്ന് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ നോർത്തേൺ കമാൻഡ് ഓഫീസേഴ്സിൻ്റെ ടീം ക്യാപ്റ്റൻ കൂടെ ആയിരുന്നു. സെമി ഫൈനൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ ഞാൻ അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ചീഫ് ഓഫ് സ്റ്റാഫിന് ടെലിഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാനിന്ന് എൻ്റെ ഹാർട്ട് അറ്റാക്ക് എല്ലാം ശരിയായപ്പം സെമി ഫൈനൽ കഴിഞ്ഞ് ഓഫീസേഴ്സിൻ്റെ ഫൈനലാകുന്നതിന് ഏകദേശം 10-12 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ഓഫീസേഴ്സിനൊക്കെ അതൊരു വലിയൊരു ഫംഗ്ഷനാണ്. അല്ല മറ്റൊടത്തും ആർമി ഹെഡ്ക്വാർട്ടറിൽ അവിടെ നിന്നെല്ലാം ഓഫീസേഴ്സ് ടീമിൻ്റെ ആയതുകൊണ്ട് ഒരു വലിയ ഫംഗ്ഷനായിട്ട് അവർ നടത്തുന്നത്. അപ്പോൾ അതിന് 10-12 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. അപ്പം ഞാൻ സൗഖ്യമായതിൻ്റെ പിറ്റേ ദിവസം ഫൈനലാണ്. ഞാനായിരുന്നു ടീം ക്യാപ്റ്റൻ. ഞാൻ ചീഫ് ഓഫ് സ്റ്റാഫിന് ടെലിഫോൺ ചെയ്ത്, ഈ വർഷത്തെ ഞാൻ ഫൈനലിന് കളിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു, നിൻ്റെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വേണ്ട, നീ കളിക്കേണ്ടെന്ന്. ഞാൻ പറയില്ല, ഞാൻ ഒടുവിൽ എൻ്റെ നിർബന്ധപ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ
ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിലേക്ക് വന്നു, സ്റ്റേഡിയത്തിലേക്ക് വന്നു. അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ആംബുലൻസും കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ നിർബന്ധം കൊണ്ട് കളിക്കുക. ഞാനായിരുന്നു ടീം ക്യാപ്റ്റൻ. ഞാൻ പറഞ്ഞു ഞാൻ കളിക്കും. എനിക്കപ്പം ഡോക്ടറും പറഞ്ഞു എല്ലാം ഇപ്പോൾ ശരിയാണ്. എന്നാൽ അവർക്ക് ആർക്കും വിശ്വാസമാകുന്നില്ല. ആംബുലൻസ് കൊണ്ടുവന്നിട്ട് ഞാൻ ഫുൾ ടൈം കളിച്ചു. 24 പോയിൻ്റ് സ്കോർ ചെയ്തു. ഞങ്ങളുടെ ടീം തന്നെ ജയിച്ചു. കൃപയാൽ പിന്നെ ഇപ്പം എത്രയോ ദൂരങ്ങൾ നടക്കുന്നു. ജമ്മു കാശ്മീരിലും പർവ്വതങ്ങൾ നടക്കുന്നു, നേപ്പാളിൽ നടക്കുന്നു. കൃപയാൽ സൗഖ്യമായിരിക്കുന്നു. അങ്ങനെ കർത്താവ് സൗഖ്യമാക്കി. അങ്ങനെ എനിക്ക് ആശുപത്രിയിൽ നിന്ന് പോകുവാൻ അവസരമുണ്ടായി. സ്തോത്രം. ചോദിച്ചാൽ എനിക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും ആനുകൂല്യങ്ങളോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ, ജോലിയോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ഭൗതികമായി എന്തെങ്കിലും നിയമപരമായി എനിക്ക് ലഭിക്കേണ്ട ഒരു പരിരക്ഷ ലഭിക്കാതെ വന്നാൽ ഞാൻ കേസ് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ കേസ് നടത്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓരോ നല്ല ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ അനേകർക്ക് നേരിടേണ്ടതായ ഒരു സംഭവമാണ്. ഓരോ സമയത്തും ഓരോ വിഷയത്തിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ തരികയാണ് കേസ് കൊടുക്കാൻ എങ്കിൽ കേസ് കൊടുക്കുക. അതിന് പറയാൻ കാരണം, ചിലപ്പോൾ നിങ്ങളുടെ ആനുകൂല്യം നിങ്ങൾ മേടിക്കാതിരുന്നാൽ മറ്റു പലർക്കും അത് തടസ്സമായി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി അനുവദിച്ചെന്ന് വന്നേക്കാം. അപ്പോൾ ഓരോ കേസിനും നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് പോകണം. എന്നാൽ സമ്പത്തുകളുടെ ഹാനി നാം ദൈവത്തിനോട്, മറ്റുള്ളവരെ സഹോദരന്മാരെ തമ്മിൽ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ഹാനി, അതിനെന്താണ് മലയാളത്തിൽ, നഷ്ടം സഹിച്ചുകൂടാ. മറ്റുള്ള ഒരു സഹോദരൻ നിങ്ങൾ എന്തുകൊണ്ട് നഷ്ടം സഹിച്ചുകൂടാ എന്നുള്ള വാക്യമുണ്ട്. അപ്പോൾ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വാസ്തവത്തിൽ വ്യവഹാരത്തിന് പോകുന്നത്, പൊതുവെ നോക്കിയാൽ വ്യവഹാരത്തിന് പോകുന്നത് ദൈവവചനം നമ്മളെ അനുവദിക്കുന്നില്ല വ്യവഹാരത്തിന് പോവുക എന്നുള്ളത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഈ കംപ്ലീറ്റ് പല ഗവൺമെൻറ് സർവീസിലുള്ള പലർ ഒന്നിച്ചുള്ള ഒരു കാര്യങ്ങളിൽ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് കേസ് കൊടുക്കുന്നു, ഒരു ഗ്രൂപ്പ് കേസ് കൊടുക്കുന്നില്ല, കുറച്ച് പേരെ സൈൻ ചെയ്യുന്നു, കുറച്ച് പേര് സൈൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഭക്തിയെ കാണിക്കാനായിട്ട് നമ്മളങ്ങനെ ചെയ്യാതിരിക്കരുത്. ആ സമയത്ത് കർത്താവ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിച്ച് 1-2 പല കർത്താവിൻ്റെ ദൈവമക്കളോടുകൂടെ പറഞ്ഞിട്ട് നിർമ്മലമായി ആ കാര്യം കർത്താവിന് മുമ്പിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്ത് ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ആലോചനയ്ക്കനുസരിച്ച്. എന്നാൽ നമ്മളൊരു തീരുമാനമെടുത്തിട്ട് കേസ് കൊടുത്തേച്ച് പ്രാർത്ഥിക്കുകയല്ല. കർത്താവേ, ഈ കാര്യം ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? നിൻ്റെ വചനം, ഞാൻ അതിൻ്റെ നഷ്ടം സഹിപ്പാനും ഒരുക്കമാണ്. അപ്പോൾ കർത്താവേക്ക് എനിക്ക് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാതെ പോയാൽ അത് നിമിത്തം അതിൻ്റെ നഷ്ടം സഹിപ്പാനും ഞാൻ ഒരുക്കമാണ് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായി. അത് ഞാൻ പറയാം. ഞാൻ മിലിറ്ററിയിൽ ഇത്രയും നാൾ സെർവ് ചെയ്തു. അപ്പോൾ എനിക്ക് ഗ്രാറ്റുവിറ്റി ഏകദേശം ഒരു 4 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി എങ്കിലും കിട്ടണം. അതുകൂടാതെ മിനിമം പെൻഷന് നല്ലൊരു തുക കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാൻ അവർ എഴുതി കൊടുത്തപ്പോൾ, റെസിഗ്നേഷൻ എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നീ 7 മാസം കൂടെ ഇരുന്നെങ്കിലേ നിനക്ക് ഗ്രാറ്റുവിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൂടാതെ എനിക്ക് ആ വർഷത്തെ അവധിയുടെ ശമ്പളവും കിട്ടണം. അതും കിട്ടാനില്ല. അപ്പം ഞാൻ 2000 എനിക്ക് ഒരു സ്കൂട്ടർ മേടിക്കാനായി ഗവൺമെൻറ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതിൻ്റെ ലോൺ എടുത്തിരുന്നു. അതിൻ്റെ 2400 രൂപ. അപ്പോൾ ഗവൺമെൻറ് എനിക്ക് എഴുതി 2400 രൂപ ട്രഷറിയിൽ കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാനത് ട്രഷറിയിൽ കൊണ്ട് അടച്ചതിന് ശേഷവും ഞാൻ വിചാരിച്ചു ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് 4 ലക്ഷം രൂപ കിട്ടാനുള്ളതിൽ, അന്നത്തെ 4 ലക്ഷം നല്ലൊരു എമൗണ്ടാണ്, അതിൽ കുറച്ചെങ്കിലും തരും. ഒടുവിൽ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ തരഫിൽ എനിക്ക് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ എൻ്റെ ഇതപ്പോൾ അവർ 7 സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. 7 സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തെങ്കിലേ
നിന്നെ റിലീസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞ് റിലീസ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ നഷ്ടം, ഇത്രയും രൂപയുടെ നഷ്ടം ലാഭമായി കണക്കാക്കി സൈൻ ചെയ്യുവാൻ പറഞ്ഞു. ഞാൻ ഉടനെ ആ 7 സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്ത് 1 രൂപ പോലും ബെനിഫിറ്റ് എടുക്കാതെ ഇറങ്ങി വരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. കർത്താവ് അപ്പോൾ എനിക്ക് വ്യക്തമായി പറഞ്ഞു, ഇത് നിനക്ക് ലാഭമായിരുന്നു, ഒക്കെയും ഛേദമെന്ന് എണ്ണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ആ വർഷത്തെ ഗവൺമെൻറ്, ഇപ്പോഴും ഞാൻ വാദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു തുക ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണം. എന്നാൽ ഒരു അല്പം പോലും വാദിക്കാതെ ലാഭമായിരുന്നു, ഒക്കെയും ഛേദമെന്ന് എണ്ണി ഇറങ്ങുവാൻ കർത്താവ് എന്നോട് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നു. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇറങ്ങുവാൻ കർത്താവ് ഇടയാക്കി.